അസ്സലാമലൈക്കും. നടക്കൂലേ അവര്? എന്താ ഖുർആൻ? എന്തിന്, എന്തുകൊണ്ട്? ആത്മാവിൻ്റെ ഭക്ഷണം, വസ്ത്രം, ദൃഷ്ടി, ഞാനെന്ന ഭാവമൊക്കെ കരിച്ചു കളയുന്നതാണ് ഖുർആൻ്റെ ആശയം വായിച്ച് മനസ്സിലാക്കാഞ്ഞാൽ ഹൃദയത്തിൽ പതിയില്ല. ഇപ്പോൾ യാസീൻ എന്ന് പറയുന്ന ആയത്ത് എത്രാമത്തെ സൂറത്തിലാ? അതറിയോ? അറിയില്ല. 36 സൂറത്താ, 83 ആയത്തുള്ളൂ. യാസീൻ ഖുർആന്റെ ഹൃദയമാണ്. ഓ മനുഷ്യ, യാസീൻ ഖുർആനിൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, ഇത് അള്ളാഹിന്റെ റസൂൽമാരെടുത്ത് കൊടുത്തയച്ച മുർസലീങ്ങളെടുത്ത്. ഹലാ സിറാത്തിൻ മുസ്തഖീം, ഒരു വഴിയുള്ളൂ, 2 വഴിയില്ല. സിറാത്തിൽ മുസ്തഖീം മുറുകെ പിടിക്ക അല്ലേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എന്താ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ മൊത്തം മനുഷ്യരിലേക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എല്ലാവരും വീടാന്തരം ഞാൻ കാഫിറാകാതിരിക്കാൻ. കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിയ, അറിഞ്ഞിട്ട് മൂടി വെക്കുന്നവൻ. 513 സ്ഥലത്തുണ്ട് കാഫിർ, നിഷേധി. ഞാൻ കാഫിറാകാതിരിക്കാൻ മൊത്തം മനുഷ്യരിലേക്ക്. യാ അയ്യുവന്നാസ്, ഓ മനുഷ്യ എന്നാ വിളിച്ചത്, അല്ലാതെ ഹിന്ദുവോ ക്രിസ്ത്യാനിയെ മുസ്ലിമാനെ വിളിച്ചിട്ടില്ല. ഹുദൽ ലിന്നാസ്, ഖാഫത്തൻ ലിന്നാസ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്, സന്മാർഗമാണ്, കാരുണ്യമാണ്, ശിഫയാണ്, റഹ്മത്താണ്, ഫദിലാണ്. അങ്ങനെ 30 പേരുകൾ ഉണ്ട്, കുറേ പേരുകളുണ്ട് അള്ളാഹ്ക്ക്. അപ്പം അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ വെറുതെ ഫവൈലുല്ലിൽ മുസല്ലീന്ന, നമസ്കരിക്കുന്നവർക്കാണ് നാശം. കർമ്മം നന്നാക്കാതെ ഒരു പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ സിറാത്തിൽ മുസ്തഖീം അത് പിടിച്ച് മുറുകെ പിടിക്കുക. ഉറുവത്തിൽ ഉസ്ത എന്ന കയറ്, ബക്കറ 186 ബക്കറ. ഈ ഉറുവത്തിൽ ഉസ്ത എന്ന കയറ് മുറുകെ പിടിക്കണം. അല്ലാതെ കൊമ്പും പിടിച്ചു പോയാൽ പാർട്ടിയായി. കൊമ്പും പിടിച്ചു പോയിട്ട് കാര്യമല്ല, മുറുകെ പിടിച്ച അള്ളാനെ. ഉറുവത്തിൽ ഉസ്ത എന്ന കയറ്. ഇന്ന ഹാദിഹി തദിക്റ ഫമൻ ഷാഹദ ഇലാ റബ്ബി സബീല. അത് 2 ആയത്തിലാണ് ഖുർആനിൽ. മുസമ്മിൽ 19 ഇൻസാൻ 29 ഉണ്ട്. നോക്കിയാൽ മതി, എന്നാ കാണാം. അപ്പം ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാൻ കുറേ പറയാണ്ട്, കുറേ വീട്ടിൽ പോകാൻ വേണ്ടി മനുഷ്യരുടെ വീട്ടിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ മുസ്ലിങ്ങളെ വീട് നോക്കി പറഞ്ഞു കൊടുക്കണില്ല. നാളെ അള്ളാഹ് എന്നോട് ചോദിക്കും, നീ എനിക്ക് വേണ്ടി എന്താ പ്രവർത്തിച്ചത്? യാ അയ്യുവന്നാസ് തഖില്ലാ, അതാണ് നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത്. അശർ 18 അശർ 18 മുതൽ 24 വരെ നിത്യം പ്രാർത്ഥിക്കുക. പിന്നെ അങ്ങനെ തന്നെ ആലുംബ്രാൻ സൂറത്ത്, ആലുംബ്രാൻ 3-ാമത്തെ സൂറത്താണ്. അത് 200 ആയത്തുള്ളൂ. അപ്പോൾ 190 മുതൽ 191 അങ്ങനെ 10 ആയത്ത്, അവസാനത്തെ 10 ആയത്ത് നിത്യം ചെല്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വലാ ജുനൂബിഹിം വയതഫക്കറൂ ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക വഖിനാ അദാബന്നാർ. നർത്തങ്ങളിലും ഇരുത്തങ്ങളിലും കിടപ്പുകളിലും ഇതൊന്നും കളി തമാശയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല, അതുകൊണ്ടല്ലാ നരകത്തെന്ന് കാത്തുരക്ഷിക്കണേന്ന് റസൂലുള്ള രാവിലെ എണീറ്റേക്ക് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ആയത്തിൽ കുറിച്ച് പ്രാർത്ഥിക്കുക 255 ആമന റസൂലും 2 ആയത്ത്. ആമന റസൂൽ 285, 86 ആ 2 പ്രാർത്ഥന. അങ്ങനെ 3 പ്രാർത്ഥന. ബക്കറയിൽ 5 പ്രാർത്ഥന. ഇതൊക്കെ രാവിലെ എണീക്കും പ്രാർത്ഥന. കുറേ പ്രാർത്ഥനകളുണ്ട്, അതൊന്നും പറഞ്ഞാൽ തീരൂല. അത് കുറേ പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്. അത് ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കായിട്ടാണ് നമുക്ക് ഗൗരവമില്ലാത്തത്. അത് ഗൗരവത്തിൽ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, നീ എന്നെ നഷ്ടപ്പെടുത്തല്ലേ, കരയുന്ന കുട്ടിക്കൊള്ളു പാല്. അള്ളാഹിനേറ്റ് 1 ഇഞ്ച് ചേർത്ത 2 ഇഞ്ച് നമ്മളേറ്റ് അടക്കും. 50 വയസ്സ് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അള്ളാഹിനോട് പറയാം, റബ്ബേ എൻ്റെ ആയുസ്സിന് ഇട്ടണ്ട, ഇത് എത്തിച്ചു കൊടുക്കാം.
ഒലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽമൽ മുദ്ദക്കറ്. ഇതിനാരുണ്ട് തെയ്യാർന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനുണ്ടല്ലോ, എൻ്റെ ദീനിനെ ജീവിപ്പിക്കാം. കാശൊന്നും വാങ്ങാതെയാണ് ദീനിനെ ജീവിപ്പിക്കുന്നത്. കാശ് വാങ്ങിയ എൻ്റെ പ്രതിഫലം കഴിഞ്ഞു. അപ്പം എൻ്റെ ദീന് തുച്ഛ വിലക്ക് വിറ്റുന്നല്ലേ ബക്കറ 174 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെല്ലിയ സൂറത്ത് കമർ സൂറത്തിൽ 4 സ്ഥലത്തുണ്ട്. 17-ലുണ്ട്, 22-ലുണ്ട്, 32-ലുണ്ട്, 40-ലുണ്ട്. വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽമൽ മുദ്ദക്കിർ. നീ കഴിഞ്ഞ സമയം ഇനി എല്ലാവരും വീടോട് പോകാൻ വേണ്ടി പോവാണ് ഞാൻ. എന്താ പറഞ്ഞറിയോ? പറഞ്ഞോളൂ. അള്ളാഹ് റസൂലിനോട് അള്ളാഹ് പറഞ്ഞു, നീ പറഞ്ഞെടുത്തോ, ബാക്കി ഞാൻ ഏറ്റുന്നാ. ബാക്കി അള്ളാഹിന്റെ അടുത്തേക്കാ ചെല്ലണ്ടേ ഇല്ലേ? അവിടെ ഒക്കെ എഴുതി വെക്കണ്ടേ. എന്താ അറിയോ? 2 ഭാഗത്ത് റക്കീബ് അത്യന്ന മലക്കുകള്. ഒലക്കത് യസ്സർനൽ ഖുർആന, അതാണ് ലിദ്ദിക്രി ഫഹൽമൽ മുദ്ദക്കിർ. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ വലാകിൻ അത്കൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈന. മുഴുവനും കുത്തിയിറക്കുന്ന അതിൽ ഒന്നാക്കല്ല. ആ ആർക്കാ തിന്നാൻ പറ്റില്ല. ആ ഒന്നിലിന്നാക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. വാഹിദും മിൻ അലിഫ്, 1. ആ 1 ആർക്കും ശ്രമിക്കാം. ഒരു SLC പരീക്ഷ എഴുതിയാൽ തോൽക്കോ ജയിക്കോ നമുക്കറിയില്ലേ. എന്താണ് മാലിന്യം, എന്താണ് നല്ലത്, എന്താ തിരിച്ചറിയില്ല. കഴിവ് തന്നിട്ടുണ്ട് അല്ലേ? ഓരോ വിഷീന അങ്ങനെയാണ്. ഒലാ യുകല്ലിഫുല്ലാഹു നഫ്സും ഇല്ലാ ഉസ്അഹാ. ഒരു നെഫ്സിനും കഴിയാത്ത അല്ലാഹ് എഴുതി വെച്ചിട്ടില്ല. ഇല്ലല്ല, ഏത് ആത്മാവിനും നെഫ്സ് എല്ലാവർക്കും അവളുന്നാ നെഫ്സിന് പേര്. ആണിനും പെണ്ണിനും നെഫ്സിന് അവളുന്നാ. അല്ല പുരുഷന് വേറെയല്ല, ഒക്കെ നെഫ്സ് ഒന്നാണ്. അത് 2 ആൾക്കാരുള്ളൂ അള്ളാഹ് സൃഷ്ടിച്ചിട്ട്. ആണിനും പെണ്ണിനും. മനുഷ്യരാണ് ജാതി മതമൊക്കെ ഉണ്ടാക്കിയത്. ഓ മനുഷ്യനാ വിളിച്ചത് അല്ലേ? ആദമിന്റെ മുതുകിൽ നിന്നാണ് എല്ലാവരും വന്നത്, അല്ലാതെ വേറൊരു ആളെ മുന്നിൽ നിന്നല്ല വന്നത് അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് വന്നതാണ്. അപ്പം ഫുസ്സിലത്ത് സൂറത്തിലുണ്ട്, 41, 43-ലുണ്ട്. ഇത് അജയമായ ഗ്രന്ഥമാണ്. അലിഫ് ലാം മീം. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖാന്തരം മുഹമ്മദ് നബിക്കാത് കൊടുത്തത്. റൂഹിൽ അമീം എന്ന് കൽബിലേക്ക് ഇട്ടുകൊടുത്തു. ഷുഹറാ സൂറത്ത് 192, 192-ലുണ്ട്, 194 വരെ നോക്കിയാൽ മതിയിലുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് ഉദയാണ്, സന്മാർഗമാണെന്നുണ്ട്. അതെവിടെയാണ് അറിയോ? ബുറൂജ് സൂറത്ത് 21-22-ലുണ്ട്. ബല്ലുവ ഖുർആനും മജീദ് ഫീ ലൗഹിൽ മഹ്ഫൂസ്. ചട്ടക്കുള്ളില് എന്നെ കണ്ടുകൊണ്ട് ആരാ ജീവിക്കണ്? ഓനാണ് ഒന്നാമെന്നാണ്. അള്ളാഹിനെ കണ്ടുകൊണ്ട് ജീവിക്കണം. നർത്തത്തിൽ ഇരുത്തുന്ന അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹ് മയക്കല്ല, ഉറക്കല്ല ഉണ്ടോ? ഇല്ല. ബിഹിദിനി റബ്ബിന്റെ കൽപ്പന ഒരു അടിയണ്ട് വെക്കാൻ പറ്റില്ല. ഒരില പോയി വീഴുന്നത് ഏതാ എവിടെയാണ് അള്ളാഹ്ക്കുള്ള അറിയാം. അപ്പൊ റബ്ബിനെ മുറുകെ പിടിച്ച് നടക്കുക. ഈ മതി സ്ഥലത്ത് സുജൂദിന്റെ തിലാവത്തുണ്ട്. അതറിയോ? ആർക്കേലും അറിയില്ലല്ലോ. മോൻ അറിയോ? ഇല്ല, അറിയില്ല. എന്നാല് ഇക്ര വിശി 19-ലുണ്ട്. ഇക്ര വിസ്മി 19, 19 ആയത്തുള്ളതിൽ. സജദ 15, റഹദ് 15, ഫുർഖാൻ 60, സ്വാദ് 24, അജ്ജ് സൂറത്ത് 2 സ്ഥലത്ത് 77, 18, ഫുസിലത്ത് 38, ഇൻഷിക്കാക്ക് 21, ഇസ്രാ 150, അറാഫ് 206, നെജ്മ് 62, നഹൽ 50, നംലി 26, സ്വാദ് 24, ഫുർഖാൻ 60. അങ്ങനെ 15 സ്ഥലത്ത്. 15 സ്ഥലത്തായോ? മറന്നോ? വിട്ടുപോയോ? മറക്കേ. 62 വയസ്സായില്ലേ? ഇത് കാണാതെ പറഞ്ഞിരുന്നേ സുജൂദിന്റെ തിലാവത്ത്. ഒരു കാലിയാരോട് പോയി ചോദിച്ചാൽ ആ പുസ്തകം നോക്കേണ്ടി വരും. ഒരിക്കത് മറിച്ചു നോക്കേണ്ടി വരും. ഞാൻ നോക്കട്ടെ അല്ലേ? ശരിയാണ്. അപ്പൊ ഇതേറ്റ് പെരുമാറുന്നില്ല. ഇതേറ്റ് പെരുമാറുന്ന നമ്മള് അപ്പോഴുള്ളൂ. ആവർത്തിച്ച് ഓതുന്ന ഗ്രന്ഥം ഉമ്മുൽ കിതാബ് ഫാത്തിഹ. ഹിജ്ർ സൂറത്ത് 87-ലുണ്ട്. നരകത്തിന് ഹിജ്ർ 44-ലുണ്ട്. നരകത്തിന് 7 പേര്. ഹിജ്ർ 44. ചിന്തിക്കണം നമ്മളങ്ങനെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാറൊന്ന് പോകൂലേ? നാറ്, ജഹന്നം, ജഹീം, ഉത്തമ, സഹീർ, സക്കർ, വൈല്. ഇതൊക്കെ ഖുർആന്റെ പേരുകളാണ്. ആയത്ത് ഓരോന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയില്ല. വെറുതെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എന്തൊരു നാറ്? ആ 7 വാതിൽ, 7 ശിക്ഷക്കില്ല. 7 ശിക്ഷയാണ്. ഓരോരുത്തർക്കും ഓരോ ശിക്ഷ. അതിന് 7 വാതിലാ. സ്വർഗം വിശാലാണ്, നരകം ഇടുങ്ങിയതാ. എല്ലാരും കുത്തിയിറക്കണ്ടേ? കുല്ലുറബിനാസിലില്ലേ? മിനൽ ജിന്നത്തി വന്നാസ്. 7 ആയത്തിന്റെ ഖുർആനില്. നേരത്തെ 7 ആയത്തി അല്ലേ? അതേതായത്തറിയോ? സജദ 13-ല്.
ഇതൊക്കെ അള്ളാന്റെ കലാമ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിക്കാണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അതിന് പ്രതിഫലം വാങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി എന്താ ചെയ്തത്? ആടുമേച്ചും തൊപ്പി തുന്നിയും കൊട തുന്നിയും നടന്നീന്ന്, ചെരുപ്പ് തുന്നി. ഓരൊരു പ്രതിഫലം വാങ്ങിയിട്ടില്ല. ഏയ് അതൊന്നും വാങ്ങാൻ അർഹതല്ല എന്നാ പറഞ്ഞിന്. ഒരു പ്രതിഫലം വാങ്ങിയിട്ടില്ല. സിദ്ദീഖും ഉമർ ഖത്താബും ഒക്കെ തന്നെ ആടുമേച്ചും ഒക്കെ കഴിഞ്ഞിരുന്നു. മോളെ അത് പാടില്ല. ഖജനാവത്തെ പൈസ മനുഷ്യന്മാർ അത് യുദ്ധത്തിൽ ഇല്ല മുതലാണ്. നമുക്ക് ചെരുപ്പ് തുന്നി കൊട തുന്നി കഴിഞ്ഞാൽ മതി എന്നാ പറഞ്ഞു.